everyone, welcome back to our channel Food and Beauty. യാവു സ്ത്രീകളുടെ മുടിയുടെ രഹസ്യം ഒരു ഗ്രാമമാണ് കേട്ടോ ജപ്പാനിൽ. അവിടെ എല്ലാവർക്കും ഇതുപോലെ മുടിയാണ്. അതിന് കാരണമായിട്ടുള്ളത് അവർ യൂസ് ചെയ്യുന്ന ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെക്കണം. അപ്പോൾ ഇളക്കിയിട്ടെടുക്കരുത്. മുകൾ ഭാഗത്തെ ആ തെളിയായിട്ടുള്ള കട്ടിയില്ലാത്ത വെള്ളം മാത്രം എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം വൈകിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോഴേക്കും ഇത് ഫെർമെൻറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുണ്ട്. നമുക്ക് ഒരു പാത്രം നമ്മുടെ മുടിയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലെമണോ ഓറഞ്ചോ അല്ലെങ്കിൽ മൂസമ്പിയോ ആണ്. ഏറ്റവും ബെസ്റ്റ് മൂസമ്പിയുടെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് തൊലി എടുക്കാനായിട്ട് 2 മൂസമ്പി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും വെറുതെ എറിഞ്ഞു കളയുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള അവരുടെ രീതിയിലുള്ള റൈസ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെൽ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഒരു 2 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാവെൻഡർ എസെൻഷ്യൽ ഓയിലാണ്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളവും അതുപോലെ നാരങ്ങയുടെയോ ഓറഞ്ചിൻ്റെയോ മൂസമ്പിയുടെയോ തൊണ്ടോ മാത്രമാണ്. അപ്പം നമുക്കിത് തൊണ്ടെടുത്തിട്ട് വരാം കേട്ടോ. ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല സ്മെല്ലാണ് കേട്ടോ. അടിപൊളി സ്മെല്ലായിരിക്കും. പിന്നെ എസെൻഷ്യൽ ഓയിൽ കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ബെനഫിഷ്യൽ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്, ഒന്ന് തിളപ്പിച്ചിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയുടെയോ ഓറഞ്ചിൻ്റെയോ മൂസമ്പിയുടെയോ തൊണ്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൂസമ്പിയുടെ തൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ ബോയിൽ ചെയ്ത് നല്ലപോലെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഈ തൊലിയിൽ നിന്ന് വൈറ്റമിൻസും കെമിക്കൽസും എല്ലാം കൂടി കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പം അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഇത് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങ് തിളപ്പിക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് എസെൻഷ്യൽ ഓയിൽ ചേർത്താൽ മതി. ചേർക്കുമ്പോഴാണെങ്കിലും ഒരു 2 ഡ്രോപ്സിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ ഹെയറിലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മിക്സിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാനിതിലെ തൊണ്ടൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം മാത്രം മതി. എല്ലാ സത്തും ഈ കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി 2 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്സ് അത് മാത്രം മതി, അത്ര മതി. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ മുടി നല്ലപോലെ തന്നെ കഴുകുന്നത് കൊണ്ടാണ്, ഡെയിലി കഴുകുന്നത് കൊണ്ടിട്ടാണ് യാവു സ്ത്രീകളുടെ മുടി നല്ലപോലെ വളരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഡെയിലി അവരിത് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കിത് വീക്ക്ലി 2 ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തലമുടിയുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് റൈസ് വാട്ടർ. മുടിയുടെ മാത്രമല്ല സ്കിന്നിൻ്റെ ആണെങ്കിലും. അപ്പോൾ എന്തായാലും ബെനിഫിഷ്യൽ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലുള്ള ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.